നമുക്കിന്ന് ഒരു നാടൻ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാനിവിടെ 1/4 കപ്പ് തിരികെ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് പെട്ടെന്ന് വറുത്തെടുത്താൽ ഇത് കരിഞ്ഞു പോവും, കയ്പ്പ് രസം വരും കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് നമുക്ക് ഇളക്കാം. ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കാൻ കേട്ടോ. ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി ഇതേപോലെ റൗണ്ടിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ജിഞ്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ജിഞ്ചറാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. ഇനി ഈ കട്ട് ചെയ്ത ഇഞ്ചി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഡാർക്ക് ബ്രൗൺ ആക്കരുത്. ഇതേപോലെ ഒരുവിധം ബ്രൗൺ ആവുന്നവരെ എടുക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇടുന്നത്. ഇതൊരു ഓപ്ഷണലാണ്. ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വയ്ക്കാം. ഒരു 1 ടേബിൾ സ്പൂണോളം മതി. അതേപോലെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തതും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അത് നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം. ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയില്ല, ആ തേങ്ങയും ഈ ഫ്രൈ ചെയ്ത റൗണ്ടിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത ആ ഇഞ്ചിയും കൂടി നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കണം. നമ്മൾ ആ ജിഞ്ചർ ഫ്രൈ ചെയ്ത എണ്ണ ആയാലും മതി കേട്ടോ. അതിലേക്ക് കുറച്ച് അതായത് ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ ഒരു 5-6 കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് ഒരു പച്ചമുളകും റൗണ്ടിൽ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കണം. ചെറിയ ഉള്ളി ജസ്റ്റ് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കൊരു വറ്റൽമുളകും ഇതുപോലെ കട്ട് ചെയ്ത് ഇടാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും ഇല്ലേ, നല്ല പേസ്റ്റ് പോലെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മൾ ഇഞ്ചി അരച്ച പാത്രത്തിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, ആ പുളി നമുക്ക് ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും ഇഞ്ചിയും ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഓപ്ഷണലാണ്, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മൾ കടിക്കാൻ കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കറി ഇതേപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് തിക്കാവുന്നത് വരെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഇഞ്ചി കറി റെഡി.